കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് അതിഭീകരവും മനുഷ്യത്വരഹിതവുമാണ് എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അത് പൊതുവായ ഒരു മനസ്സോടെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക, ഗവൺമെൻറ് ശക്തിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്നതിന് പകരം പൊതുവായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടുന്ന രാഷ്ട്രീയ നേതൃത്വം, അതുപോലെ മാധ്യമങ്ങൾ SFIയെ എങ്ങനെയാണ് കടന്നാക്രമിക്കാനാകുക എന്ന അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFIക്ക് യൂണിറ്റുള്ള ഒരു സംഘടനാ സംവിധാനമുള്ളതല്ല നഴ്സിംഗ് കോളേജ്. നഴ്സിംഗ് കോളേജിൽ പ്രത്യേകിച്ച് അവരുടെ തന്നെ ഒരു സ്റ്റുഡൻസ് യൂണിയനാണ് വർക്ക് ചെയ്യുന്നത്. അത് SFI ആയിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. അതിൻ്റെ തന്നെ സംസ്ഥാന നേതാവാണ് ഈ കേസിൽ തന്നെ പ്രതിയായിട്ടുള്ളത്. എന്നിട്ട് SFIയുടെ പോഷക സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചാരവേല, എന്തും പറയാൻ മടിയില്ലാതെ VD സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് തന്നെ രാജ്യത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. ഇമാതിരിയുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് എത്ര അധാർമികമായ നിലപാടാണ്, എത്ര ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. അദ്ദേഹം SFI ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യാഖ്യാനിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇവർ എടുത്തിട്ടുള്ള നിലപാട്. ഈ സംഘടനാപരമായിട്ടുള്ള എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന SFIക്ക് സംഘടനയില്ലാത്ത, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു പ്രത്യേക സംഘടന അവിടെ പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ തന്നെ സംസ്ഥാന നേതാവ് SFIയുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വവും UDFും എല്ലാം ശക്തിയായിട്ട് SFIക്കെതിരെ വരികയാണ്. അത് SFIയുടെ കരുത്താണ് കാണിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. എന്ത് വരുമ്പോഴും SFIക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ള. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ രീതിയിൽ ശക്തിയായിട്ട് എതിർപ്പ് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അതിൻ്റെ കരുത്ത് തന്നെയാണ്. പക്ഷേ ആ കരുത്ത് എത്ര തെറ്റായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുക. മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു. എന്ത് പ്രശ്നം വരുമ്പോഴും SFIക്കെതിരായിട്ടാണ് വ്യാപകമായ പ്രചാരവേല. പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു കുട്ടി മരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ചില ദിക്സാക്ഷികളെ ഉപയോഗപ്പെടുത്തിയിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ദൃക്സാക്ഷികളുടെ പേരും പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ട് ശുചിമുറിയുടെ അടുത്ത് 2 മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അടിച്ച് കെട്ടിത്തൂക്കിയതാണ്, കൊന്നതാണ് എന്നുള്ള പ്രചാരവേല നടത്തിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. ആളുകൾ എന്തും കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നില. അന്നേ പറഞ്ഞാണ് അത് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ SFIക്കാർ കെട്ടിത്തൂക്കിയെന്നാണ് വ്യാപകമായ പ്രചാരവേല. ഏതായാലും CBI അന്വേഷണം വന്നു. CBI അന്വേഷണം വന്നപ്പോൾ CBIക്കാർ പരിശോധിച്ചു, SFIയുടെ പരാമർശമില്ല. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളെല്ലാം മാപ്പ് പറയേണ്ടതാണ് SFIയോട്. അന്നേ SFI ആണെന്നുള്ള പരാമർശമില്ല എന്ന് മാത്രമല്ല, കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു CBI അന്വേഷണത്തിൽ. എന്നിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാണ്ട് പണ്ടത്തെ പോലെ തന്നെ പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും ഓരോ മാധ്യമങ്ങളും. അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഇതിൻ്റെ വേറൊരു പതിപ്പ് തന്നെയാണ് നമുക്കെല്ലാം അറിയുന്ന വാളയാർ അമ്മ. കുറേ നടന്നല്ലോ, നിങ്ങൾ തന്നെ വാളയാർ അമ്മയെയും കൊണ്ട് നടത്തിയത് മാധ്യമങ്ങൾ. പിന്നെ ആര്? നിങ്ങളെന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങളല്ല, ഒരാളല്ല, നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അമ്മേനെയും കൊണ്ട് നടന്നത്. അമ്മേനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മത്സരിക്കുന്ന നിയോജകമണ്ഡലം ധർമ്മടത്ത് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് MP രാജേഷ് മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കുപ്പായത്തിൽ രക്തക്കറ പരണ്ട രീതിയിൽ പ്രചരണം നടത്തി, വ്യാപകമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തി. എന്നിട്ട് ഇപ്പോൾ CBI അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് വേറെ ആരുടെ പേരുമല്ല പറഞ്ഞത്, അമ്മയുടെയും രക്ഷിതാക്കളുടെയും പേരാണ് പറഞ്ഞത്. ഇതിനെല്ലാം കൂടി നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ആത്മഹത്യയാണ് എന്ന് ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് യാതൊരു മുണ്ടാട്ടമില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇത്രയെല്ലാം കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വിശദീകരിച്ച് ദൃക്സാക്ഷികളെ പോലെ തന്നെ കൃത്യമായിട്ട് ശുചിമുറിയിൽ 2 ആളുകൾ പോകുന്ന സാക്ഷ്യം ഉണ്ടായിരുന്നു എന്നൊരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. ആ റിപ്പോർട്ട് കൊടുത്തവർക്ക് എന്നാൽ സാമാന്യ മര്യാദ വേണ്ടേ? സാമാന്യ യുക്തിബോധത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ പറയാൻ തയ്യാറാവണ്ടേ? CBI നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്നും ഇന്നും CBI അന്വേഷണത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നൊന്നുമല്ല. പക്ഷേ CBI കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഈ 2 കാര്യത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്നിട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുപോയിട്ട് മത്സരിച്ചു. സഖാവ് പിണറായി വിജയനെതിരായിട്ട് മത്സരിച്ചു. അന്ന് കൊടുത്ത പേരങ്ങനെയാണ്, വാളയാർ അമ്മ. ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് പിരിച്ചതിൻ്റെ കുഴപ്പവും പ്രശ്നം ഇപ്പോൾ തീർന്നില്ല. ആക്ഷൻ കമ്മിറ്റിക്കാരെ ഇപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ്റിന് CPMനും ഗവൺമെൻറ്റിനെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഇപ്പോൾ അവസാനം പറയുന്ന വരെയുണ്ട്.
അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവതരമായ മാധ്യമ മേഖലയിലെ കള്ള പ്രചാരവേല തുറന്നു കാട്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് ഞാൻ ഈ രണ്ട് കാര്യവും ഇപ്പോൾ മൂന്നാമത്തെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഈ നഴ്സിംഗ് കോളേജിലെ ഗവൺമെൻറ് കോളേജിലെ സ്ഥിതിയും കൂടി പറയുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് 592 കോടി രൂപ കടം അനുവദിച്ചിരിക്കുക. വളരെ വിചിത്രമായ കാര്യമാണ്. എല്ലാവർക്കും സഹായധനം കൊടുക്കുക, നമുക്ക് 2000 കോടി ഓണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടൊരു നയാ പൈസ തരാതിരിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് 592 കോടി രൂപ കേരളത്തിന് കടം തരാം എന്നുപറഞ്ഞാൽ തിരിച്ചടക്കണം. അതിൻ്റെയും വിചിത്രമായ സംഭവം അതെല്ലാ പത്രവും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ 592 കോടി രൂപ വരുന്ന മാർച്ച് മാസമാകുമ്പോഴേക്ക് തീർക്കണം. 1.5 മാസം കൊണ്ട് 45 ദിവസം കൊണ്ട് ഈ 592 കോടി രൂപയും ചെലവാക്കണം. അവിടെയാണെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണം, അതുപോലെ റോഡ് നിർമ്മാണം, പാല നിർമ്മാണം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇതിനൊന്നും പണം ഉപയോഗിക്കാൻ സാധിക്കില്ല, 1.5 മാസം കൊണ്ട് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതെല്ലാം ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ പ്രചാരവേലയാണ്. 592 കോടി ഞങ്ങൾ കൊടുത്തു കടം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴിങ്ങനെയുള്ളൊരു പ്രചാരവേല നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ശശി തരൂരിൻ്റെ ലേഖനം. അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇന്ന് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില പത്രങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ വളരെ ആവേശപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള വസ്തുതകളെ തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട്. 2.9 ലക്ഷം MSME സ്ഥാപിച്ചു എന്ന് അദ്ദേഹം കണക്ക് സഹിതം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനം 29-ൽ 28-ാം സ്ഥാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്ത്യയിൽ. അത് മാറി 1-ാം സ്ഥാനത്തെത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ സ്വസിദ്ധമായി പറഞ്ഞ വേറൊരു കാര്യം, ദൈവത്തിൻ്റെ സ്വന്തം നാട് അതാണ് കേരളമെന്ന് കൊട്ടിഘോഷിക്കുന്നത്. എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണ് കേരളമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ വലിയ മാറ്റം വന്നതിൽ ആഘോഷിക്കേണ്ട കാര്യമാണ് എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഗോള വളർച്ച 46% ഉണ്ടായത് ആഗോള ലോകത്താകെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിരുന്ന സ്റ്റാർട്ടപ്പ് മേഖലയിൽ. എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾ. അതിൽ കേരളം നേടിയിട്ടുള്ളത് 254% വളർച്ചയാണ്. അഖിലേന്ത്യ ലോകാടിസ്ഥാനത്തിൽ 46% വളർച്ച നേടുമ്പോൾ ഇന്ത്യയിലെ കേരളം 254% വളർച്ച നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ നിന്ന് 5 ഇരട്ടി വളർച്ച നേടാൻ കേരളത്തിനായി എന്ന് കൃത്യമായി ശശി തരൂർ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മഴവിൽ സത്യത്തിൻ്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ കേരളത്തിൻ്റെ വളർച്ചയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം UDF ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിൻ്റെ കൃത്യമായ ബദൽ അതാണ്. ഞങ്ങളാരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രചരണമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്ന സ്ഥിതിയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മണിപ്പൂരിൽ ഇപ്പോഴേറ്റവും അവസാനം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ബീരേൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJPക്ക് ആഭ്യന്തര സംഘർഷം കൊണ്ട് സാധിച്ചില്ല. ജനങ്ങളുടെ മേലെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ BJPയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ സഹായിക്കാനുള്ള ഒരു നിലപാടും BJP സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഒട്ടും സ്വീകരിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മണിപ്പൂരിനെ തിരിച്ചുകൊണ്ടുവരാനും
അവിടെ ഈ കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്താനും സാധിക്കേണ്ടതുണ്ട്. BJP ആണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്തത്. ഇപ്പോഴീ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നിൽ BJP തന്നെയാണ് എന്ന് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ട്രംപിൻ്റെ അമേരിക്കൻ സന്ദർശനമാണ്. ട്രംപ് അമേരിക്കയിൽ പോയിട്ട് ട്രംപിൻ്റെ അടുത്ത് പോയത് ട്രംപിൻ്റെ അടുത്ത് പോയതാണ് നരേന്ദ്രമോദിയുടെ ട്രംപ് കൂടിക്കാഴ്ച. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ, നമ്മളെന്തോ വലിയ കാര്യം നടക്കാൻ പോകണം, ഒന്നുമില്ലെങ്കിൽ വിമാനങ്ങളിൽ കയ്യും കാലും കെട്ടിക്കൊണ്ടുവരുന്ന ഇന്ത്യൻ പൗരനെ ആ രീതിയിൽ കൊണ്ടുവരണ്ട. ഇപ്പോൾ ഏറ്റവും അവസാനം പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, അമൃത്സറിൽ എന്തിനാണ് കൊണ്ടുവരുന്നത്, പഞ്ചാബിൽ എന്തിനാണ് കൊണ്ടുവരുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പഞ്ചാബിൽ ഇറക്കുന്നത്, ഞങ്ങൾ അവമാനിക്കലാണ് എന്ന് അവർ പറയുന്ന സംസ്ഥാനം പറയുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഒരക്ഷരം ട്രംപിനോട് പറയാൻ മോഡി തയ്യാറായില്ല എന്നുള്ളതാണ് അവസ്ഥ. അപമാനകരമായി ഈ കാര്യം സഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ കുടിയേറ്റക്കാരുടെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഇമാതിരി നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചില യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ്. എല്ലാ കാലത്തും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇവിടെയെല്ലാം യുദ്ധത്തിൻ്റെ പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് സാമ്രാജ്യത്വ നിലപാട്. ട്രംപിൻ്റെ നിലപാട് അതാണ്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ യുദ്ധോപകരണങ്ങൾ തന്നെയാണ്. ഇതെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലിൽ ഇന്ത്യൻ സഹായമായിട്ട് വേണം കാണാൻ. ഇന്ത്യക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. തീരുവയുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം ഉണ്ടാൻ കൂട്ടാക്കിയിട്ടില്ല. അവിടെ നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തിയായിട്ട് പറഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള തീരുവ വർധനവ് കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഇന്ത്യയെ പറ്റി ഉദ്ദേശിച്ചാണ്. അതെന്നാൽ കുറക്കോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ചർച്ചയും ചെയ്തിട്ടില്ല, ഒരു അക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല. ഒരു രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യത്തെ ബലികഴിച്ചുകൊണ്ട് ദാസ്യവേല ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദയനീയമായ കാഴ്ചയാണ് ട്രംപിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം. ഇതാണ് വളരെ ഗൗരവപൂർണമായ മറ്റൊരു സാഹചര്യം. ആരെ അല്ല, വസ്തുതാപരമായിട്ട് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത കുറേ ആളുകളാണല്ലോ UDFൻ്റെ ഭാഗമായിട്ടുള്ളത്. അവർ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ആ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇതുപോലെ കൃത്യമായൊരു മറുപടി ഞങ്ങൾ ആര് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയുന്നു എന്നാണ് കാണുക. എന്നാൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ചെകുത്താൻ്റെ കളിസ്ഥലമാണ് കേരളം ബിസിനസ് മേഖലയിൽ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു വിശകലനമാണ്. അദ്ദേഹത്തിന് ആ രീതിയിൽ എഴുതാൻ കഴിയുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയെ പറ്റി ഉൾപ്പെടെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ശശി തരൂർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഗഹനമായ രീതിയിൽ എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയും. അത് ഇതുപോലുള്ള ഒരു മാസികയിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാസികയിൽ, ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയപ്പോൾ അതിന് വലിയ രീതിയിലുള്ള മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനാകുന്നത്. അത് UDFൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാക്കും. കഴിയില്ല. അല്ല, 592 കോടി രൂപ എങ്ങനെയാണ് ഇപ്പോഴീ 1.5 മാസം കൊണ്ട് ചിലവഴിക്കുക എന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടി വരും. വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇല്ലെങ്കിൽ അവരോട് ഗവൺമെൻറ്റിനോട് വീണ്ടും പറയേണ്ടി വരും. ഒരുമിച്ച് സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്ത് തടസ്സം ഉണ്ടാകേണ്ടത്? അവരല്ലേ ഞങ്ങൾ ഒന്നിച്ച് സമരം ഇല്ല എന്ന് പറഞ്ഞത്. ഒന്നിച്ച് സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞാനിത് പറഞ്ഞത് കേരളത്തിൻ്റെ വികാരമാണ്. അതിൽ UDF LDF ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാര്യം നോക്കേണ്ടിയില്ല. കേരളത്തിൻ്റെ പൊതുവികാരം ഇതുപോലെ കേരളത്തെ മായ്ച്ചു കളഞ്ഞ
ഒരു ബഡ്ജറ്റ് സംവിധാനം, ഒരു സാമ്പത്തിക നിലപാട് ഇതിനു മുമ്പ് ഒരിക്കലും എടുത്തിട്ടില്ല. അപ്പോൾ അതിനെതിരായിട്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ വിഭാഗങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായ സമ്മതം മാത്രമേ ഉള്ളൂ. ആരുമായിട്ടും ചേർന്ന് മുമ്പോട്ടേക്ക് UDF ഉൾപ്പെടെയുള്ള ആരുമായിട്ടും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറാണ്. UDF മാത്രമാക്കേണ്ടിയില്ലല്ലോ, എല്ലാവരുമായിട്ട്. അതായത് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പോരാട്ടമാണ് വേണ്ടത്. കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് വേണ്ടത്. കേരളത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം സംഘടിപ്പിക്കണം. അതിലപ്പോൾ ഇന്ന രാഷ്ട്രീയം ഇന്ന പാർട്ടി നോക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ചേർന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. എന്തു ചെയ്താലും കേരളത്തിലുള്ള ആളുകൾ സഹിക്കും എന്നൊരവസ്ഥ വരുന്നത് ശരിയായൊരു സന്ദേശമല്ലല്ലോ നൽകുക. ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പല ആളുകൾക്ക് ഉൾപ്പെടുത്തി. കാരണം ഇതൊക്കെ ഒരു വ്യാമോഹപരം ജയിപ്പിക്കുന്ന പദ്ധതിയെ അവതരിപ്പിക്കുന്നത്. പണ്ട് മാഞ്ചിയം പോലെ പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പകുതിക്ക് ഒരു സ്കൂട്ടർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടോ എങ്ങനെയൊക്കെ ആയിട്ട് പണം കൊടുക്കുകയല്ലേ. അതിലിപ്പോൾ കുടുംബശ്രീയെ മാത്രം നോക്കിയിരുന്ന കാര്യം എല്ലാ ആളുകളെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിൻ്റെ ഇടനിലക്കാരായിട്ട് നിർത്തിയിട്ട് പണം ശേഖരിച്ചിട്ട് നേരെ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചിട്ടുണ്ട്. ഇത് 1, 2, 10, 100 ആയിരക്കണക്കിനാണ്. ഇതൊരു വലിയ തട്ടിപ്പാണ്. ആ തട്ടിപ്പിനെ കണ്ടെത്താനായി എന്നുള്ളതാണ് ഒരു ആശ്വാസം. അത് ശക്തിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ വേണം, ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ആരായാലും ഞാൻ അതിൽ പറയുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അത് ഇന്ന ആളുകൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി പത്രക്കാരായാലും തിരക്കുകളില്ല, രാഷ്ട്രീയക്കാരായാലും തിരക്കുകളില്ല, ആരായാലും തിരക്കുകളില്ല. ആരാണോ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നത് അവരെല്ലാം ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നതിനാണ് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ. കഴിഞ്ഞ പ്രാവശ്യം ഞാനീ പറഞ്ഞായിരുന്നു. അതിനേക്കാളൊക്കെ വ്യാപകമായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസ് ഇനിയും മുമ്പോട്ടേക്ക് പോകും. അപ്പോൾ ഒരുപാട് ആൾ പ്രതികളാവും. എങ്ങനെ? അതെ, അതൊക്കെ വിശ്വാസത രൂപപ്പെടുത്താൻ വേണ്ടി ആദ്യം ചേർന്നവർക്കെല്ലാം കുറേ സ്കൂട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമല്ലേ പുതിയ ആൾ ചേരുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുന്നില്ലേ, അതുപോലെയാണ്. ചൂണ്ടലിൽ ഒരു ഇര ചേർത്ത് എന്നിട്ട് മത്സ്യത്തിനെ പിടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇര ആദ്യം പോകണം. ആ ഇര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ അല്ല സെമിനാറിലൊക്കെ പണ്ടും എല്ലാവരും ചേർക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, വരാറുമുണ്ട്. അതിൽ ഈ ലേഖനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക പ്രകാരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വസ്തുത ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, ശശി തരൂരിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സെമിനാറിൻ്റെ ഭാഗമായിട്ട് ക്ഷണിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഞങ്ങളിപ്പോൾ മുമ്പേ തീരുമാനിച്ചു പോയല്ലോ. ശശി തരൂർ ഉൾപ്പെടെ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതിൽ സ്പോർട്സ്, ആർട്സ് എല്ലാ മേഖലയും സർവതല സ്പർശിയായ മേഖലയുടെ അനുബന്ധ പരിപാടികളാണ് ഇപ്പോൾ കൊല്ലത്ത് വിവിധ മേഖലയിലും ഏരിയയിലും ലോക്കലിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മേഖല. MLA എല്ലാവരും ഉണ്ടാവും. ഏത് കൊല്ല MLA ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട്. സിനിമ തിരക്കാണെന്ന് നിങ്ങൾക്കറിയില്ല. എല്ലാവരും ഞങ്ങളാരും ഇതിനകത്ത് ഉപേക്ഷിക്കേണ്ടത് കാര്യമുള്ളത്. നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ചോദ്യത്തിൻ്റെ എല്ലാം വേര് കുന്നാംകുളത്താണെന്ന് എനിക്കറിയാം. അതിലും ഞങ്ങൾക്ക് യാതൊരു വിധിയില്ല. കേസിൻ്റെ വിധി വരുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല, കുറ്റാരോപിതനാണ്. കുറ്റാരോപിതനായ ഒരാളെ മാറ്റി നിർത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. അപ്പോൾ കുറ്റം തെളിയിക്കപ്പെട്ട രീതിയിൽ വരുമ്പോൾ നമുക്ക് അന്നേരം ആലോചിക്കാം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്, അതിപ്പോൾ ആവർത്തിക്കുന്നത്. അത് ഇല്ലില്ല, ഞങ്ങളുടെ പിന്തുണ ഒരു വിഭാഗത്തിനുമല്ല, NCPക്കാണ്. ഞങ്ങളെന്തിനാണ് ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് മാറേണ്ട കാര്യം? NCPയുടെ ഒപ്പം തന്നെയാണ് പാർട്ടിയുള്ളത്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ എന്ന രീതിയിൽ ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കുക. ആ പാർട്ടിയാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്.